സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതിനിടെ മണ്ണാർക്കാട് അഗ്നിരക്ഷാ നിലയത്തിന്റെ വൻ തട്ടിപ്പ് പുറത്ത്. വാഹനത്തിന്റെ ഇന്ധന ടാങ്കിന്റെ ക്ഷമതയേക്കാൾ കൂടുതൽ ഇന്ധനം നിറച്ചതായി കാണിച്ചാണ് വർഷങ്ങളായി തട്ടിപ്പ് നടക്കുന്നത്. അടിയന്തര ഘട്ടങ്ങളിൽ ആശ്വാസമാകേണ്ട അഗ്നിശമന വകുപ്പിലാണ് ഇന്ധന ഉപയോഗത്തിൽ വൻ ക്രമക്കേട് നടക്കുന്നതായി പുറത്തുവന്നിരിക്കുന്നത്. വകുപ്പിലെ തന്നെ ഡ്രൈവറാണ് ഇത് സംബന്ധിച്ച നിർണായക വെളിപ്പെടുത്തലുകളോടെ ധനകാര്യ വകുപ്പിന് പരാതി നൽകിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. 185 ലിറ്റർ ഡീസൽ ഉൾക്കൊള്ളാൻ ശേഷിയുള്ള ഇന്ധന ടാങ്കിന് 220 ലിറ്റർ ശേഷിയുണ്ടെന്ന് തെറ്റായി കാണിച്ചാണ് മണ്ണാർക്കാട് സ്റ്റേഷൻ ഓഫീസർ കാലങ്ങളായി അഴിമതി നടത്തുന്നത്. വാഹന പരിശോധനാ വേളയിൽ ഈ വ്യത്യാസം കണ്ടെത്തിയെങ്കിലും അഴിമതി നടത്തിയ ഉദ്യോഗസ്ഥനെതിരെ നാളിതുവരെ നടപടിയൊന്നും എടുത്തിട്ടില്ല. വാഹനങ്ങളിൽ പലപ്പോഴായി ഇന്ധനം നിറച്ചതായി ലോഗ് ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഒരിക്കൽ പോലും വാഹനങ്ങളിൽ ഇന്ധനം നിറയ്ക്കാൻ തന്നെ അനുവദിച്ചിട്ടില്ലെന്ന് പരാതിയിൽ പറയുന്നു. കൃത്യമായ അളവ് രേഖപ്പെടുത്തുമെന്നതിനാലാവണം ഇതെന്നും പറയുന്നു. അഗ്നിശമന നിലയത്തിലെ വാഹനങ്ങളിൽ പലതിനും യഥാർത്ഥ ഇന്ധനക്ഷമതയേക്കാൾ കുറവ് രേഖപ്പെടുത്തിയാണ് ഇന്ധന തട്ടിപ്പ് നടത്തിയിട്ടുള്ളത്. ഇത്തരത്തിൽ കേരളം മുഴുവൻ തട്ടിപ്പ് നടക്കുന്നതായി നേരത്തെയും പരാതികൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും യാതൊരു നടപടികളും സ്വീകരിച്ചിട്ടില്ലെന്നും പരാതിയിലുണ്ട്. അതേസമയം കുടിശ്ശിക പെരുകിയതിനാൽ അഗ്നിശമന സേനയ്ക്ക് ഇന്ധനം നൽകില്ലെന്ന നിലപാടിലാണ് പാലക്കാട് ജില്ലയിലെ പമ്പുകൾ. ഇതോടെ ഫയർ സ്റ്റേഷനുകളിൽ ശേഖരിച്ചിട്ടുള്ള കരുതൽ ഇന്ധനത്തിന്റെ അളവും കുറഞ്ഞു തുടങ്ങി. വേനൽക്കാലം ആരംഭിക്കുന്നതോടെ ചൂടും കാറ്റും ശക്തമാകും. ഇതോടെ തീപിടുത്തവും തീ അണയ്ക്കാനുള്ള വിളികളും കൂടും. അപ്പോഴേക്കും ഇന്ധനം പൂർണ്ണമായി ഇല്ലാത്ത അവസ്ഥയിലാവുമോ എന്നാണ് ജീവനക്കാരുടെ ആശങ്ക. യോഗനാഥം ന്യൂസ്, പാലക്കാട്.